വിവോയുടെ Vivo V29e 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Vivo V29e 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അത് വെച്ച് നോക്കുമ്പം 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുന്നു എന്നുള്ളത് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിൽ 50 മെഗാ പിക്സലിൻ്റെ f2.45 വരുന്ന സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ഇതിൽ ഐ ഓട്ടോ ഫോക്കസ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എടുത്തു വരേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ 1.79 വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഓൺ പേപ്പർ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ ക്യാമറ ആയിരിക്കും. പിന്നെ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1200 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 10-bit ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 93.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1300 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ക്യാമറയുടെ കൂടെ ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 180.5 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.57 mm ആണ്. അപ്പം വെയിറ്റും തിക്നെസ്സൊക്കെ അത്യാവശ്യം കുറവാണ്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറവാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ആർട്ടിസ്റ്റിക് ബ്ലൂ പിന്നെ ആർട്ടിസ്റ്റിക് റെഡ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതായിരിക്കില്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ പ്രോസസ്സർ ഈ ഫോണിൽ അത്ര സ്ട്രോങ് അല്ല, ജസ്റ്റ് ആവറേജ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് 8GB റാമും 128GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എക്സ്റ്റെൻഡഡ് റാം 3.0 എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യും. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 13 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് മിസ്സിംഗ് ആണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. അതുപോലെ തന്നെ 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. സെപ്റ്റംബർ 7 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ SBIയുടെ അതുപോലെ തന്നെ HDFCയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ Vivo V29e എന്ന ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഓഫ്ലൈൻ മാർക്കറ്റിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഫോണാണ്. അപ്പോൾ പുറത്ത് ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഡിസ്പ്ലേ ഉള്ള അതുപോലെ തന്നെ ക്യാമറ ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെർഫോമൻസ് എന്നുള്ളത് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ അല്ല. അത്ര മികച്ചൊരു പെർഫോമൻസ് കിട്ടിക്കൊള്ളണം എന്നില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം. എന്തായാലും Vivo V29e 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.